ശശി തരൂർ ഒന്നാം തരം രാഷ്ട്രീയ ഫ്രോഡാണോ? ആരും ചോദിക്കാൻ മടിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. കാരണം തരൂർ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഖാർഗെ നോമിനേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് തരൂർ മത്സരിക്കുന്നു. അപ്പോൾ തന്നെ ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് അപ്രീതി ഉണ്ടാകുന്നു, പത്രിക പിൻവലിക്കുന്നു, അല്ലേ? ഇങ്ങനെ വലിയ നാടകങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഒരു വലിയ ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. പിന്നീട് പലപ്പോഴും കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിദേശത്ത് പോകുന്നു, മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നു, മോദിയെ പ്രശംസിക്കുന്നു, കുടുംബവാഴ്ച കോൺഗ്രസിൽ കഴിവ് കുറഞ്ഞ നേതാക്കന്മാരെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പാർട്ടി വിടും എന്നുള്ളൊരു ടെമ്പോ ഉണ്ടാക്കിയിട്ട് വയനാട്ടിൽ നടക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുത്ത് ഞാനിപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ അങ്ങോട്ട് മറിക്കുമെന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച മെമ്പർമാരുടെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ച യോഗത്തിൽ എന്നെ നോക്കിയില്ല, എന്നെ നോക്കി ചിരിച്ചില്ല, എൻ്റെ പേര് പറഞ്ഞില്ല, എനിക്ക് ശേഷം വേറെ ചോട്ടാ നേതാക്കന്മാരെ പ്രസംഗിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇത് വർക്കിംഗ് കമ്മിറ്റിക്ക് പോകുന്നില്ല, മാതൃഭൂമിയുടെ ബുക്ക് ഫെയറിന് പോകാൻ പോവാണ്, പുസ്തകം വായിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. പിന്നെ ഇന്നലെ ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിളിച്ച് ഒരുമിച്ചിരുത്തി ഒരു ചായ കൊടുക്കുമ്പോൾ എല്ലാം കോംപ്ലിമെൻറ്റ്സായി ഞാൻ കേരളത്തിലെ UDF നയിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു താൻ കോൺഗ്രസ് വിടാൻ പോകുന്നു, കോൺഗ്രസിനുമായിട്ട് അതൃപ്തിയാണ് എന്ന് പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാക്കി, മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കി, ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് സ്വന്തം മൂല്യം കൂട്ടി കച്ചവടം ഉറപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫ്രോഡാണോ ശശി തരൂർ? അതെ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി, ശശി തരൂർ ബേസിക്കലി ഒരു രാഷ്ട്രീയക്കാരനല്ല, ഫണ്ടമെന്റലി രാഷ്ട്രീയക്കാരൻ, ജെന്റിൽമാനാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ, ഞാൻ പൊളിറ്റിക്കൽ ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും മനസ്സിലായത്. പക്ഷേ എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശി തരൂർ ഇവിടെ ഇന്ത്യയിൽ വന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അന്നു മുതൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം BJPയിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം എക്കാലത്തും ഉണ്ട്. അല്ല, ഇത്തവണ വേറെ വിവാദം ഉണ്ടായി. യൂസഫ് അലി ഗൾഫിൽ വെച്ച് കണ്ടുവന്നും അവിടെ ഞാൻ CPMലേക്ക് പോകാൻ പോകുന്നു ഒക്കെ പറഞ്ഞ് വേറൊരു ഡ്രാമ ഉണ്ടാക്കി. അതെ, അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല. അതെ. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം അനുയോജ്യനായ ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന് ഫിറ്റല്ല. എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്താണെങ്കിലും എതിരെ രാഷ്ട്രീയ ഇന്നത്തെ ഈ ഇന്ത്യയിലെ ബുദ്ധിജീവികളിടയ്ക്കാണെങ്കിലും ഈ ഗാന്ധിജിയെ അല്പമെങ്കിലും എന്താണ് ഗാന്ധിജി എന്ന് അറിയാവുന്നൊരു വ്യക്തി ശശി തരൂർ മാത്രമേ. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഡിപ്ലോമസി, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ 27 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മൾ കണക്കാക്കണം. മനുഷ്യനെ മാറ്റുന്നത് എപ്പോഴും എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണ രീതി എന്ന് പറഞ്ഞാൽ വളരെ പ്ലസൻ്റായിട്ടേ പുള്ളി സംസാരിക്കത്തുള്ളൂ. പിന്നെ പുള്ളിയുടെ ശോഭിക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി നല്ല ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിലാണ് എഴുതിയ, പിന്നെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, ദ സാഗ ഓഫ് മഹാഭാരത്, ആ ബുക്കൊക്കെ കാണണം. വളരെ ബൃഹത്തായ ബുക്കാണ് അദ്ദേഹത്തിൻ്റെ, വളരെ ചെറുപ്പത്തിൽ എഴുതിയ ബുക്കാണെന്ന് ആലോചിക്കണം. ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ് അതൊക്കെ അവസാനം എഴുതി. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഹിസ്റ്ററി പുള്ളിക്ക് ഒരു വല്ലാത്തൊരു പാഷനാണത്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഒരു ചെറിയ സംഗതികളാണെങ്കിൽ പോലും പുള്ളിക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് തോന്നുന്ന സാധനം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സംഗതികളും വരുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം നമുക്ക് കേട്ട് ശീലമുള്ള സംഗതിയല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തോ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്തോ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയോ ഇല്ല, വിധേയത്വം ഇല്ല. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ, നാളെ RSS ഒരു ചടങ്ങിൽ വിളിച്ചാൽ അദ്ദേഹം അവിടെ പോയി പ്രസംഗിക്കും. അവിടെ പോയി പ്രസംഗിക്കും. പുള്ളിക്ക് പറയാനുള്ളത് പറയും. RSSനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹം പറഞ്ഞ RSSന്റെ സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അതായത് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉള്ളവരെല്ലാവരും ഹിന്ദുക്കളാണ്, ഇന്ത്യയിലുള്ളവരാണ്, ഇവിടെ ഹിന്ദുക്കളാണ്. ഇവിടുത്തെ അബ്ദുള്ള പോലും അത് ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തു. അപ്പോൾ നമ്മൾ ഈ RSSനെ എതിർക്കുന്നവരും RSSന് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ എതിർക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ചേഞ്ച് അദ്ദേഹം അത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അവരെ ഒരു ശത്രുക്കളായിട്ട് പുള്ളി കാണുന്നില്ല. അപ്പോൾ ഈ നമുക്ക് ശീലമുള്ള സംഗതി എന്താണ്? മോദിയെ ഒരാൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എതിർക്കുക, ചുമ്മാ ചീത്ത പറയുക. ഇവിടെ പിണറായി വിജയൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ദിവസം മുതൽ എതിർക്കുക എന്നുള്ളതാണ്. അതെ, ഇത് ശരിക്കും ഡെമോക്രസിയിൽ
ചേർന്ന ഒരു സംഗതിയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പോസിഷൻ എന്ന് പറയുന്ന, നമ്മളെപ്പോഴും ഇംഗ്ലീഷിൽ ഒപ്പോസിഷൻ ആണല്ലോ പറയുന്നത്. അത് ഒപ്പോസിഷൻ അല്ല, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ അല്ല. നമ്മളതിനെ പ്രതിപക്ഷം എന്നാണ് പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മറുവശം കാണിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ ഷാഡോ ഗവൺമെന്റ് പോലും ഉണ്ട്. അതെ. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ അതായത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിന് രണ്ടാമതൊന്ന് നോക്കുക ചെയ്യും. നോക്കുമ്പോൾ ഒരു മറുവശം കാണുമ്പോൾ അവിടെ അത് തിരുത്താനുള്ള ഒരു ശക്തിയായിട്ടാണ് പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതല്ല. തരൂരിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രം ഫസ്റ്റ്, രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. മോദി പറയുന്നത് അത് തന്നെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ആർക്ക് ഡിനൈ ചെയ്യാൻ പറ്റും? ഇത് രാഹുൽ ഗാന്ധിക്ക് ഡിനൈ ചെയ്യാൻ പറ്റും. ഇത് ഗാന്ധിജി പറഞ്ഞ സാധനമാണ്. അവിടെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഗാന്ധിജി, ഉദാഹരണത്തിന് ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഗാന്ധിജി RSSന്റെ മീറ്റിംഗിൽ പോയി അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്സുകാർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ്. അതെ. അതേപോലെ തന്നെ ഹിറ്റ്ലറിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എഴുതി. ആ എഴുതിയേക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് വായിക്കണം. യഥാർത്ഥ ഗാന്ധിജി എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങയുടെ പിന്നെ ആ ഒരു ഊർജ്ജസ്വലതയും മറ്റുമൊക്കെ ഞാൻ അംഗീകരിക്കുന്നു സഹോദര എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്ന സാധനം ഹിറ്റ്ലറാണെന്ന് ആലോചിക്കണം. അപ്പം ഹിറ്റ്ലർ എന്ന വ്യക്തിയോട് ഗാന്ധിജിക്ക് എതിർപ്പില്ല. അതേസമയത്ത് ഹിറ്റ്ലറുടെ നടപടിയോടോ അത് വായിച്ചു നോക്കണം. ബാക്കിയുള്ള ഭാഗം, ആ നടപടിയിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. ഈ ഒരു സമീപനം തരൂരിൻ്റെ സ്വഭാവത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം, ഉദാഹരണത്തിന് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ വന്ന് എന്തൊരു മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതെ അതെ അല്ലേ? അത് നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കാവൂ. അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പം ഫസ്റ്റിൽ ഇദ്ദേഹം എഴുതിയ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൻ്റെ അക്ഷരം പ്രതി ആണ് സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള MP പറഞ്ഞത് BJP ഗവൺമെൻറ് നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ മാറിയ വിദേശ നയം നോൺ അലൈൻമെൻ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇല്ലേ? ചേരിതര നയം. ഇത് ആദ്യമായിട്ട് മൾട്ടി അലൈൻമെൻ്റ് എന്നുള്ള ഐഡിയ ആദ്യം വയ്ക്കുന്നത് ശശി തരൂർ വിദേശ സഹമന്ത്രിയായിരുന്ന സമയത്ത്. അന്ന് ജയശങ്കർ ഏതോ രാജ്യത്തെ അംബാസഡറായിരുന്നു. ആ ജയശങ്കർ പങ്കെടുത്ത മീറ്റിങ്ങിലാണ് ആദ്യം ശശി തരൂർ ഈ ഒരു ഐഡിയ വയ്ക്കുന്നത്. നമുക്ക് ഇനി നോൺ അലൈൻമെൻ്റ് കാലം കഴിഞ്ഞു, ഇനി മൾട്ടി അലൈൻമെൻ്റ് ആണ് ആവശ്യം. അതാണ് ശശി തരൂരിൻ്റെ ആശയം തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ശശി തരൂരിൻ്റെ പൂർണ്ണമായ സഹകരണവും ഉപദേശവും സെൻട്രൽ ഗവൺമെൻറ് നേടുകയും ചെയ്യുന്നുണ്ട്, അദ്ദേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമീപകാലത്ത് ഒരു പുരസ്കാരം നൽകിയ ചടങ്ങിൽ പിണറായി വിജയൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, വേദിയിലിരുത്തുന്നുണ്ടായിരുന്നു. ആ വേദിയിലെത്തി പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നമ്മൾ രാഷ്ട്രത്തിന് എല്ലാ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്. ആ ഒരൊറ്റ ചോദ്യം മതിയല്ലോ, അതാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് ശീലമുള്ളത് എന്താണ്? എന്തെങ്കിലും ഇങ്ങനെയുള്ള എതിർപ്പ് മാത്രം, അന്ധമായ എതിർപ്പ്. അതെ, അതായത് കോൺഗ്രസ് ഇങ്ങനെ മോദിക്ക് എതിരായിട്ട് എതിരെ പറയുന്നവർ മാത്രമേ കോൺഗ്രസ് നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സമീപനം വന്നു. പക്ഷേ ചില കാര്യങ്ങൾ വസ്തുത പറയണ്ടേ, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിന് ഇദ്ദേഹം പുറത്തേക്ക് പോയിട്ട് മോദി ഗവൺമെന്റിന്റെ പ്രതിച്ഛായ വർദ്ധിക്കുകയാണോ ചെയ്തോ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിക്കുക? ഇന്ത്യയുടെ പ്രതിച്ഛായ. അത് നമ്മുടെ ജോൺ ബ്രിട്ടാസും കനിമൊഴിയും ഒക്കെ എല്ലാവരും ചെയ്തു. ജോൺ ബ്രിട്ടാസും OYC എന്തൊരു മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കത് ആവശ്യമാണ്. അപ്പൊ ഡെമോക്രസി എന്ന് പറയുന്നത് വെറുതെ ആവശ്യമില്ലാതെ എതിർക്കുക, അതല്ലെങ്കിൽ അതിനെ കുറ്റം പറയുക എന്നുള്ളതല്ല. ഈ ഒരു പോളിസിയാണ് ശശി തരൂർ. ഇത് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് മനസ്സിലാകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പാർട്ടിയിലെ പലർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ഒന്നും സംസാരിക്കാനുള്ള ശേഷിയില്ല. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരാൾ സുധാകരൻ ഇന്നത് കാണിച്ചു, ഇന്നടത്ത് പോയി, അല്ലെങ്കിൽ കോഴിക്കോട്ടെ രാഘവൻ ഇദ്ദേഹം തമ്മിൽ കൂടെ ഇങ്ങനെ സംഗതി നടത്തി, അത് ശരിയല്ല, അത് ആരുടെ പക്ഷം, ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. അത്തരം സംഭാഷണത്തിന് ശശി തരൂരിനെ കിട്ടത്തില്ല. ശശി തരൂർ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല, വളരെ 5 വയസ്സുള്ള കുട്ടിയെ കണ്ടു കഴിഞ്ഞാലും ആ 5 വയസ്സുള്ള കുട്ടിക്ക് ശശി തരൂരിനോട് ദൂരം തോന്നുന്നില്ല. രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ രീതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ വ്യക്തമായ ധാരണയുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് ധാരണയുണ്ട്, നെഹ്റുവിനെക്കുറിച്ച് ധാരണയുണ്ട്. നെഹ്റുവിൻ്റെ പാളിച്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും. നെഹ്റുവിന് പാളിച്ചകളില്ലേ? ലേഖനം എഴുതി.
ഉദാഹരണത്തിന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ ഗാന്ധിജിയുടെ നയങ്ങളോട് കൂറ് പുലർത്തുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ശ്രമിച്ച ഭരണാധികാരി ഏതാണെന്നറിയോ? രാജീവ് ഗാന്ധിയാണ്. പഞ്ചായത്ത് രാജിൻ്റെ അമെൻമെന്റ്, ഗ്രാം സ്വരാജ്. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ നെഹ്റു പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹം IITs അങ്ങനെ മറ്റേ മാക്രോ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ ഉന്നത സ്ഥാപനങ്ങൾക്ക് കൊടുത്തത്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിലാണ് ഈ പ്രൈമറി എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഫസ്റ്റ് കമ്മീഷൻ. നരസിംഹറാവു ചരളി മിനിസ്റ്ററായിരുന്നു. അത് പിന്നീട് നരസിംഹറാവു പ്രൈം മിനിസ്റ്ററായ സമയത്ത് വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു. നരസിംഹറാവു ഇന്ത്യയിലെ നല്ല ഏറ്റവും പ്രധാനമന്ത്രി ഒരാളായിരുന്നു, സംശയമില്ലാത്ത കാര്യം. ഈ മറ്റേ കുടുംബത്തിലെ അംഗം അല്ലാത്തതുകൊണ്ട് വാഴ്ത്തപ്പെട്ടില്ലതേ ഉള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ ഗതിയിലേക്ക് നയിച്ചത് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നിട്ട് മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയെ മാറ്റിയെന്ന് പറയാം. അല്ല, നരസിംഹറാവു ആണ്. തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ആണല്ലോ. ഓഫ് കോഴ്സ് മൻമോഹൻ സിംഗിന്റെ ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷെ അത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ ലീഡർഷിപ്പ് നരസിംഹറാവു ആയതുകൊണ്ട് മാത്രം സംഭവിച്ചു. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ചരിത്രത്തെയും വസ്തുതകളെയും കാണാൻ പഠിക്കുമ്പോൾ അല്ല, ഇവിടെ ഒരു പ്രശ്നം, ഈ കോൺഗ്രസിന്റെ ഈ കുടുംബവാഴ്ച വന്നപ്പോൾ ക്വാളിറ്റിയുള്ള നേതാക്കന്മാർ ഇല്ലാതായി എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കെതിരാണെന്ന് വ്യാഖ്യാനിക്കാം. അങ്ങനെ തെറ്റി രാഹുൽ ഗാന്ധിക്ക് നല്ല ഈർഷ്യയുണ്ട് താനും. അതുകൊണ്ടാണല്ലോ മഹാപഞ്ചായത്തിൽ തരൂരിനെ അവഗണിച്ചത്. എന്താ പിന്നെ തരൂർ അങ്ങ് പോവട്ടെ എന്ന് വെക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്താണ്? അത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. തരൂര് ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലും പ്രശ്നമാവും, നാഷണൽ ലെവലിലും പ്രശ്നമാവും. എന്ത് പറ്റും? തരൂരിന് അതുപോലെ ഉള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടോ? തരൂരിന് ഗ്രൗണ്ട് സപ്പോർട്ട് പക്ഷേ ഇന്റലക്ച്വൽ സപ്പോർട്ട് അല്ലേ? മാസ് സപ്പോർട്ട് ഉണ്ട്. മാസ് സപ്പോർട്ട് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ തരൂര് പിന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അത്രേ വോട്ട് കിട്ടൂ. കോൺഗ്രസ് പാർട്ടിക്ക് പിൻവലിക്കാൻ എന്ത് സമ്മർദ്ദം ഉണ്ടായിട്ട് പിൻവലിച്ചില്ല. ഇല്ല, അത് അദ്ദേഹം വളരെ ന്യായമായ കാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞത് അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റി മനസ്സിലാക്കേണ്ടത്. അന്ന് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും കൂടെ ഈ ശശി തരൂരിനെ ഖാർഗെയുടെ സ്ഥാനത്താക്കിയിരുന്നുവെങ്കിൽ ഈ മൂന്നാം മോഡി സർക്കാരിൻ്റെ ഭരണം ഒരുപക്ഷെ ഈ രീതിയിൽ പോകില്ലായിരുന്നു. തരൂർ വേഴ്സസ് മോദി എന്നുള്ള മത്സരത്തിലേക്ക് മാറും. തരൂർ മിസോറാമിൽ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കുറഞ്ഞു പോകും. അവിടെയാണ് പ്രശ്നം. തരൂര് മിസോറാമിൽ ഈ മറ്റേ വോട്ട് പിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കൗതുകം തോന്നിയൊരു വാർത്തയാണ്. അതായത് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നതിന് മിസോറാമിൽ പോയി കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കാണാൻ വന്ന ചെറുപ്പക്കാരുടെ എണ്ണം കാണുന്നത്. ചെറിയ ഒരു സംസ്ഥാനമാണ് മിസോറാമാണ്. അപ്പം എവിടെ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഈ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. BJPക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ BJP ആയിട്ട് ലേബൽ ചെയ്യുകയാണ്. ശരി, തരൂരിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാളുണ്ട്, അത് രാഹുൽ ഗാന്ധിയാണ്. കാരണം എനിക്ക് എന്നും ഭീഷണിയാണല്ലോ ഈ മനുഷ്യൻ. പക്ഷെ അത് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കാഞ്ഞിട്ടാണ്. കാര്യം അദ്ദേഹത്തിന്റെ മക്കളെ അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ മുൻപിൽ നിർത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഖാർഗയെ പോലെ വിനീത വിധേയനായിട്ട് തരൂർ നിൽക്കത്തില്ല. മാത്രമല്ല ഈ ശശി തരൂർ പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ KC വേണുഗോപാലിന്റെ ഉപദേശങ്ങളുടെ വാല്യൂവിന് ഇടിഞ്ഞു അപ്രസക്തമായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീസൺ. അതുകൊണ്ട് ശശി തരൂരിനെ നമുക്ക് മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നം കൊണ്ടാണ് നമുക്കത് ഒരു ഫ്രോഡുലന്റ് ആക്ട് അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. IND എന്നുള്ള നമ്മുടെ ലോഗോയിൽ നിന്ന് വരാൻ മറച്ചാൽ ചാനലിൻ്റെ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ നീല നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബാറുണ്ട്, അവിടെ നിന്ന് ഞെക്കിയാൽ മതി. ഞെക്കണ്ട, വിരലമർത്തിയാൽ മതി. തൊട്ടുപുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായി നിരന്തരം നിങ്ങൾക്ക് മുന്നിലുണ്ട്.